ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിലെ ചില ചിത്രങ്ങളും അലങ്കാരങ്ങളും എങ്ങനെയാണ് അന്ധകാര ശക്തികളെ ക്ഷണിച്ചു വരുത്തുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ സങ്കടത്തോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വലിയ അസ്വസ്ഥതകളാണ്, സാമ്പത്തിക തകർച്ചകളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങളോ നെഗറ്റീവ് എനർജിയോ ഉണ്ടോ എന്ന് ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? സഹോദരങ്ങളെ, ഒരു വീട് പണിയാൻ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കും. പക്ഷേ ആ വീടിനുള്ളിൽ ദൈവത്തിൻ്റെ സമാധാനമാണോ അതോ പിശാചിൻ്റെ അസ്വസ്ഥതകൾ ആണോ കുടികൊള്ളുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോലും അറിയാതെ എന്തെങ്കിലും ശാപങ്ങളോ അന്ധകാരത്തിൻ്റെ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ലക്ഷണങ്ങൾ ബൈബിൾ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുകയാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അത് വെറുമൊരു യാദൃച്ഛികതയോ നിർഭാഗ്യമോ അല്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി പൈശാചിക ശക്തികൾ നിങ്ങളുടെ വീടിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണത്. വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ഈ വലിയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തൻ്റെ കുടുംബത്തെയും ഭവനത്തെയും സകല ശാപങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും അവിടുത്തെ തിരുരക്തത്താൽ സംരക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരമൊന്ന് എഴുതുക: കർത്താവെ, സകല ശാപങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും എൻ്റെ ഭവനത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിനു ചുറ്റുമുള്ള വലിയൊരു അഗ്നിക്കോട്ടയായി മാറട്ടെ. നിങ്ങളുടെ വീട്ടിൽ ശാപങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനുള്ള പ്രധാന ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, അകാരണമായ കലഹങ്ങളും സമാധാനക്കേടും. പിശാച് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് അർത്ഥം തന്നെ ഭിന്നിപ്പിക്കുന്നവൻ എന്നാണ്. യാക്കോബ് 3:16 വചനം വളരെ വ്യക്തമായി പറയുന്നു: എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ, അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും യാതൊരു കാരണവുമില്ലാതെ വലിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടോ? വളരെ നിസ്സാരമായ ഒരു വാക്കിൻ്റെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ മക്കളും മാതാപിതാക്കന്മാരും തമ്മിലോ വലിയ കലഹങ്ങൾ നടക്കാറുണ്ടോ? എങ്കിൽ ഓർക്കുക, ഇത് വെറുമൊരു സ്വഭാവ ദൂഷ്യമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ തമ്മിലടിപ്പിക്കുക എന്നത് പൈശാചികതയുടെ ആദ്യത്തെ ലക്ഷണമാണ്. 2, വീട്ടിൽ കയറുമ്പോൾ തോന്നുന്ന അകാരണമായ ഭാരവും ക്ഷീണവും. വചനം പറയുന്നു, ദുഷ്ടരുടെ ഭവനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് താങ്ങുന്നു. നിങ്ങൾ ജോലി സ്ഥലത്തോ സുഹൃത്തുക്കളുടെ കൂടെയോ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷവും ഉല്ലാസവും ഉന്മേഷവും ഉണ്ടാകും. എന്നാൽ വൈകുന്നേരം സ്വന്തം വീടിൻ്റെ പടി കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടം, വലിയൊരു ക്ഷീണം അല്ലെങ്കിൽ തലവേദന, വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടാറുണ്ടോ? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ ചുവരുകളിൽ പതിഞ്ഞിരിക്കുന്ന ആ അദൃശ്യ ശാപങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത്. 3, വിശദീകരിക്കാനാവാത്ത സാമ്പത്തിക ചോർച്ചകളും. വസ്തുക്കൾ നശിക്കുന്നതും. നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും അതിലൊന്നും ഒരു അനുഗ്രഹവും കാണില്ല. വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും കേടുപാടുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു അസുഖം മാറുമ്പോൾ അടുത്ത അസുഖം വരും. വചനം പറയുന്നു, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. കൂലി ലഭിക്കുന്നോ, അത് നിലനിൽക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ദൈവാനുഗ്രഹമില്ലെങ്കിൽ, അല്ലെങ്കിൽ മുൻ തലമുറകളുടെ ശാപങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഒരു തുളയുള്ള സഞ്ചിയിലെന്ന പോലെ ചോർന്നു പോകും. ദാരിദ്ര്യത്തിൻ്റെ അരൂപിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 4, രാത്രികളിലെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളും അകാരണമായ ദുർഗന്ധവും. ഇത് ആത്മീയ ലോകത്ത് വളരെ ഗൗരവമുള്ള ഒരു ലക്ഷണമാണ്. വീട് എത്ര വൃത്തിയാക്കി വെച്ചാലും ചില പ്രത്യേക മുറികളിൽ നിന്നോ മൂലകളിൽ നിന്നോ അകാരണമായ ദുർഗന്ധം വരുന്നത്
പൈശാചിക സാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ 91 സങ്കീർത്തനം 5 പറയുന്നു, രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. എന്നാൽ ഇതിന് വിപരീതമായി നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രാത്രിയിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, പാതിരാത്രിയിൽ ഞെട്ടി ഉണരുക, വീട്ടിൽ ആരോ നടക്കുന്നത് പോലെയോ നിഴലുകൾ പോലെയോ തോന്നുക. ഇതൊന്നും വെറും തോന്നലുകളല്ല. നിങ്ങളുടെ ഭവനത്തിൽ ഇരുട്ടിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. 5-ാമത്തെ കാരണം പ്രാർത്ഥിക്കാനുള്ള വലിയ മടിയും തടസ്സങ്ങളും. വീട്ടിൽ ശാപങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിലെ ആളുകൾക്ക് ഒരിക്കലും ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ കഴിയില്ല. സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ വീട്ടിൽ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ നടക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വലിയ ഉറക്കം വരും, അസ്വസ്ഥതകൾ തോന്നും. വചനം പറയുന്നു, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിൻ്റെ ആയുധമായി പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ നടത്താൻ പിശാച് ഒരിക്കലും സമ്മതിക്കയില്ല. പ്രാർത്ഥന തുടങ്ങിയാൽ അവർക്ക് ആ വീടിന് പുറത്തു പോകേണ്ടി വരും എന്ന് അന്ധകാര ശക്തികൾക്ക് നന്നായി അറിയാം. എങ്കിൽ സഹോദരങ്ങളെ, ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഒരിക്കലും ഭയപ്പെടരുത്. വചനം പറയുന്നത് പോലെ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് ഇന്ന് തന്നെ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നിർബന്ധമാക്കുക. വാതിൽ പടികളിൽ കുരിശടയാളം വയ്ക്കുക. പ്രാർത്ഥനയുള്ള വീടുകളിൽ പൈശാചിക ശക്തികൾക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വീട് ദൈവത്തിൻ്റെ ആലയമായി മാറട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനം സ്വർഗമാകണോ നരകമാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ദൈവത്തിൻ്റെ സമാധാനം അവിടെ നിറയാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഭവനങ്ങളെയും കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.